പ്രവാസ ലോകത്തെ വാർത്തകൾ. ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെട്ട എണ്ണക്കപ്പലിൽ നിന്നുള്ള എണ്ണ ചോർച്ച കരയിലേക്ക് വ്യാപിക്കുന്നു. കടുത്ത പ്രതിസന്ധിയെന്ന് ഐക്യരാഷ്ട്രസഭ. കപ്പലിലെ എണ്ണച്ചോർച്ച കരയിലേക്ക് വ്യാപിക്കാൻ തുടങ്ങിയതായി ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര വിഭാഗമായ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ശക്തമായ മൺസൂൺ കാറ്റ് വീശുന്നതിനാൽ ചോർച്ച തടയാനുള്ള ശ്രമങ്ങൾ കടുത്ത പ്രതിസന്ധിയിലാണ്. ജൂൺ 30-നാണ് കരോലിൻ ബെസംഗി എന്ന ക്രൂഡ് ഓയിൽ ടാങ്കർ ഒമാൻ തീരത്ത് അപകടത്തിൽപ്പെടുന്നത്. നിലവിൽ ഷർബിധ തീരത്തു നിന്ന് 22 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലുള്ളത്. അൽ ഖിബ്ലിയ തീരത്തിന് വടക്കുകിഴക്കൻ ഭാഗത്തേക്കൊഴുകുന്ന എണ്ണ ഇപ്പോൾ ഒമാന്റെ പ്രധാന കരഭാഗങ്ങളിലേക്കും എത്തിത്തുടങ്ങിയതായി IMO വക്താവ് വ്യക്തമാക്കി. ഒമാൻ സുൽത്താനേറ്റിന്റെ തെക്കുകിഴക്കൻ തീരത്തുള്ള റാസ് മദ്രക്ക മേഖലയിലെ ചില കടൽ തീരങ്ങളിൽ എണ്ണ പടർന്ന് മലിനമായതായി ഒമാൻ ന്യൂസ് ഏജൻസി സ്ഥിരീകരിച്ചു. ഏകദേശം 390 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ചോർച്ച ബാധിച്ചിട്ടുണ്ടെന്നാണ് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കുകൂട്ടൽ. കപ്പലിന് സംഭവിച്ച അപകടത്തിന്റെ കൃത്യമായ കാരണം ഒമാൻ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. ഏകദേശം 10 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് കപ്പലിലുള്ളത്. പാശ്ചാത്യ ഉപരോധങ്ങൾ മറികടക്കാൻ റഷ്യ ഉപയോഗിക്കുന്ന ഷാഡോ ഫ്ലീറ്റ് വിഭാഗത്തിൽപ്പെട്ട പഴക്കം ചെന്ന കപ്പലാണിതെന്നാണ് നിഗമനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മോശം പ്രകടനത്തിൻ്റെ പേരിൽ തൊഴിലാളിയെ പിരിച്ചുവിടാൻ തൊഴിലുടമയ്ക്ക് സാധിക്കില്ലെന്ന് മുന്നറിയിപ്പ്. ഒമാനിൽ ജോലി സുരക്ഷ ഉറപ്പാക്കുന്നതിന് പുതിയ നിബന്ധനകളുമായി തൊഴിൽ മന്ത്രാലയം. ജീവനക്കാരുടെ മോശം പ്രകടനം മാത്രം കണക്കാക്കി തൊഴിലാളിയെ പിരിച്ചുവിടാൻ തൊഴിലുടമകൾക്ക് കഴിയില്ലെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് വ്യക്തമാക്കി. തൊഴിലുടമ കരാർ അവസാനിപ്പിക്കണമെങ്കിൽ ഒട്ടേറെ നിബന്ധനകൾ പാലിക്കണം. തൊഴിൽ കാര്യക്ഷമതയിലെ കുറവുകൾ കൃത്യമായി വ്യക്തമാക്കുന്ന രേഖാമൂലമുള്ള അറിയിപ്പ് തൊഴിലുടമ നൽകണം. കൂടാതെ ആവശ്യമായ പ്രകടന നിലവാരം കൈവരിക്കുന്നതിന് ജീവനക്കാരന് കുറഞ്ഞത് 6 മാസത്തെ സമയം നൽകണമെന്നും തൊഴിൽ ചട്ടങ്ങൾ അനുശാസിക്കുന്നു. കാര്യക്ഷമതയില്ലായ്മയുടെ പേരിൽ കരാർ അവസാനിപ്പിക്കുന്നതിന് 3 മാസം മുൻപ് തൊഴിൽ മന്ത്രാലയത്തെ അറിയിക്കണമെന്നും നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്ന് ജനറൽ ഫെഡറേഷൻ ഓഫ് ഒമാൻ വർക്കേഴ്സ് അറിയിച്ചു. വിലയിരുത്തലിന്റെ വിശദാംശങ്ങളില്ലാത്ത അവ്യക്തമായ അറിയിപ്പുകളോ പ്രകടനം മെച്ചപ്പെടുത്താൻ മതിയായ സമയം നൽകാത്ത നടപടികളോ നേരിടുന്ന ജീവനക്കാർ തൊഴിലുടമയിൽ നിന്ന് രേഖാമൂലമുള്ള വ്യക്തത ആവശ്യപ്പെടണം. പ്രകടനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കുകയും മെച്ചപ്പെടുത്തലിനായി അനുവദിച്ച സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയും വേണമെന്ന് JFOW നിർദ്ദേശിച്ചു. നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെയോ നിയമവിരുദ്ധമായ രീതിയിലോ ജോലി അവസാനിപ്പിച്ചാൽ പിരിച്ചുവിടൽ അറിയിപ്പ് ലഭിച്ച തീയതി മുതൽ 30 ദിവസത്തിനകം ബന്ധപ്പെട്ട അധികാരിക്ക് ഔദ്യോഗിക പരാതി നൽകാൻ തൊഴിലാളിക്ക് അവകാശമുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.